തീയതി നടക്കാൻ വേണ്ടി പോകുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല പഠനത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയുള്ള ആ ഒരു 2-3 ദിവസം നമ്മൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല ചോദിച്ചാൽ എന്തെല്ലാമാണ്? സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾക്ക് ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. ശിക്ഷ നിർണ്ണയിക്കാനുള്ള അധികാരം ആരിൽ വരുന്നില്ല? ദേശീയ വനിതാ കമ്മീഷനിൽ വരുന്നില്ല. നടപടികൾ ശുപാർശ ചെയ്യുകയും അതുപോലെ നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1992 ജനുവരി 31 എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം? അപ്പോ 1993-ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ എത്രയാണ്? 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോ ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് പോകാം. വനിതകളാണ് മനുഷ്യാവകാശത്തിനായി മുന്നോട്ട് വന്നത് എന്ന രീതിയിൽ. വനിതകൾക്ക് ആദ്യകാലങ്ങളിൽ എന്താണ്? ഒരുപാട് അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു. ആ രീതിയിൽ ഓർക്കാം, വനിതകള് മനുഷ്യാവകാശത്തിനായി മുന്നോട്ട് വന്നു. അപ്പൊ 92-93 വർഷങ്ങൾ കണക്ട് ചെയ്ത് വെക്കാലോ. ഇനി വനിത എന്ന് എഴുതുമ്പോൾ വനിത അല്ലെ, വനിത, ഈ ന എന്ന അക്ഷരം നമുക്ക് 3 പോലെയാണല്ലോ, 3 പോലെയല്ലേ ന എന്ന അക്ഷരം. ഇനി വനിത, അതായത് ഒരു വള്ളി നമുക്ക് ഒന്നുപോലെ കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ 31 എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചൂടെ. ഇനി ഒരു സ്ത്രീയുടെ പേര് എന്ന രീതിയിൽ ജാനു എന്ന സ്ത്രീ എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കാം. ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സൺ 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ ആരൊക്കെയാണ്? ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെട്ടതാണ് ദേശീയ വനിതാ കമ്മീഷൻ. പഠിച്ചു വെക്കുക, ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ്. മാറിപ്പോകരുത്, രാഷ്ട്രപതി അല്ല, കേന്ദ്ര സർക്കാരാണ്. അപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ, രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും. അപ്പോ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോ സംസ്ഥാന വനിതാ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് ആരായിരിക്കും? അത് സംസ്ഥാന സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 3 വർഷം അല്ലെങ്കിൽ പ്രായപരിധി പറയുകയാണെങ്കിൽ 65 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ്. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ചോദിച്ചാൽ അത് ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. PSC-യിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം, ഇതും PSC-യിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ പ്രഥമ പുരുഷ അംഗം ചോദിച്ചാൽ ആരാണ് ആദ്യത്തെ പുരുഷ അംഗം? അലോക് റാവത്ത്. അലോക് റാവത്ത് ആണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം. നിലവിലെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ പഠിച്ചു വെക്കുക, വിജയ കിഷോർ റഹ്കർ ആണ്. വിജയ കിഷോർ റഹ്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ. പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. അപ്പൊ രണ്ടു പേരിലും എന്താണ്? പേരിൽ ഒരു സാമ്യമുണ്ട് അല്ലെ, വിജയ വിജയ എന്ന രീതിയിൽ ഓർത്തിരിക്കുക. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ ചോദിച്ചാൽ എന്തെല്ലാമാണ്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക.
സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിന് സർക്കാരുകൾക്ക് ഉപദേശം നൽകുക എന്നിവയാണ് വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. ഇനി നമുക്ക് നോക്കാം സംസ്ഥാന വനിതാ കമ്മീഷൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1996 മാർച്ച് 14-നാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-നാണ്. അപ്പോ എങ്ങനെ ഓർക്കാം? ദേശീയ തലത്തിൽ വനിതകൾ എന്താണ്? ദേശീയ തലത്തിൽ വനിതകൾ കമ്മീഷനൊക്കെ രൂപീകരിച്ചപ്പോൾ കേരളത്തിലുള്ള വനിതകൾ എന്ത് ചെയ്തു? ഇതുപോലെ കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മാർച്ച് ചെയ്തു എന്ന രീതിയിൽ നമുക്ക് ഓർക്കാം. ഇനി 31, ഇവിടെ 31, ഇനി ഇങ്ങോട്ട് തിരിച്ചിട്ട രീതിയിൽ 14 എന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ? 1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ചോദിച്ചാൽ ആരാണ്? അത് കവയിത്രി സുഗതകുമാരി ആയിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ്. നിലവിലെ അധ്യക്ഷ ചോദിച്ചാൽ ആരാണ്? നിലവിൽ ആരാണ്? പി സതീദേവിയാണ്. പി സതീദേവിയാണ് നിലവിലെ അധ്യക്ഷ. പഠിച്ചു വെക്കുക. പ്രഥമ അധ്യക്ഷ ചോദിച്ചാൽ സുഗതകുമാരിയാണ്. നിലവിലെ അധ്യക്ഷ ചോദിച്ചാൽ അത് പി സതീദേവിയാണ്. പി സതീദേവി. ഇനി ചെയർപേഴ്സൺ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ഇവിടെ എങ്ങനെയാണ്? ചെയർപേഴ്സൺ കൂടാതെ 4 അംഗങ്ങൾ, ടോട്ടൽ 5 അംഗങ്ങളാണ് സംസ്ഥാന വനിതാ കമ്മീഷനിൽ വരുന്നത്. ദേശീയ വനിതാ കമ്മീഷനിൽ എങ്ങനെയായിരുന്നു? ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ്. ഇവിടെ ടോട്ടൽ 5 അംഗങ്ങൾ മാത്രമാണ് വരുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറിയാണ് വരുന്നത്. അപ്പൊ മാറിപ്പോവരുത്, കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ചെയർപേഴ്സൺ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ഇനി കാലാവധി ചോദിച്ചാൽ, അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 5 വർഷമാണ്. ഇവിടെ പ്രായപരിധി പറയുന്നില്ല, 5 വർഷമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് എന്നും പഠിച്ചു വെക്കുക.